സൂര്യ നായകനായിട്ടെത്തിയ പുതിയ ചിത്രമാണ് മാമൻ. സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 40 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നരിവേട്ട സിനിമയുടെ 10 ദിവസത്തെ കേരള എസ്റ്റിമേറ്റഡ് ഗ്രോസ് കളക്ഷൻ 12,40,00,000 പടക്കളം സിനിമ 25 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 11,70,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ 10 ദിവസം കൊണ്ട് 3,77,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കഗ്നിങ് എന്ന സിനിമ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 3,49,00,000 രൂപയാണ് ഇതുവരെ കളക്ഷൻ നേടിയിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് മൂൺവാക്ക് സിനിമ 47,00,000 രൂപയാണ് കേരള കളക്ഷൻ നേടിയിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ 16,20,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 95,00,000, ഓവർസീസിൽ 7,75,00,000. അങ്ങനെ ടോട്ടൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 22,90,00,000. ഒരു ആവറേജ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കമൽഹാസൻ്റെ ദഗ് ലൈഫ് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഇതുവരെ 10 കോടിക്ക് മുകളിലായിട്ടുണ്ട്. കേരളത്തിൽ 37 ലക്ഷത്തോളമാണ് ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത്. പ്രഭാസിൻ്റെ രാജാസാബ് സിനിമയുടെ റിലീസ് ഡേറ്റും ടീസർ അനൗൺസ്മെൻറ്റും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് സിനിമയുടെ ടീം. ഈ വരുന്ന 16-ാം തീയതി രാവിലെ 10:52 സിനിമയുടെ ടീസർ പുറത്തു വരുന്നത്. ഡിസംബർ 5 സിനിമ പാൻ ഇന്ത്യൻ റിലീസോട് കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്.